morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നമ്മളെ നയിക്കപ്പെടുന്ന ചില കാര്യമുണ്ട്. ഇൻഫർമേഷൻസ്, അറിവുകൾ നമ്മളെ നയിക്കും. അറിവുകൾ പറയും പ്രശ്നമാണ്, കുഴപ്പമാണ്, തോറ്റുപോകും, പരാജയപ്പെട്ടു പോകും, തീർന്നു പോകും, തകർന്നു പോകും. ഇത് ഇൻഫർമേഷൻ ഇങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അതെ, വചനത്തിൽ കാണുന്ന ഇങ്ങനെയാണ്. ആദാം ഹവ്വയും അവർ പഴം പറിച്ചു തിന്നപ്പോൾ നന്മ തിന്മകളുടെ അറിവ് അവർക്കുണ്ടായി. 30:1-22 പറയുന്നത് അവർ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നത്, നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ് അവർ നമ്മിലൊരുവനെ പോലെ ആയിട്ടുണ്ട്. എന്നാൽ തുടർന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് തുടർന്ന് പറയുന്നത്, അവർ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് എന്നേക്കും ജീവിക്കാൻ ഇടവരാതിരിക്കണം, അവരെ തോട്ടം നിന്ന് പുറത്ത്. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താ? അവര് നിത്യജീവനോട് ഇരിക്കരുതെന്നാണ്? അല്ലല്ല, നിത്യതയോടെ അവരിക്കണം. പക്ഷേ നന്മ തിന്മകളുടെ അറിവുകൊണ്ട് നടത്തപ്പെടുന്ന നിലയിൽ അവർ നിത്യതയിൽ ഇരിക്കാനല്ല, അവർ ആത്മാവിനാൽ നടത്തപ്പെടുന്ന നിത്യതയാണ് കർത്താവിന്റെ പദ്ധതി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെടുന്നവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ് നിത്യജീവൻ. നന്മ തിന്മകളുടെ അറിവിലല്ല നിത്യജീവൻ ഇരിക്കുന്നത്. നമ്മുടെ നിത്യജീവൻ ഇരിക്കുന്നത് നമ്മളെ നടത്തുന്ന ആത്മാവിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിന്റെ സകല യാത്രകളിലും സകല മേഖലകളിലും നന്മ തിന്മകളുടെ അറിവല്ല നിങ്ങളെ നയിക്കേണ്ടത്. ആമേൻ. നിത്യതയുടെ പദ്ധതി നിങ്ങളുടെ അകത്തിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടട്ടെ. എല്ലാ പോയിന്റിലും, നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സകല മേഖലകളിലും, നിങ്ങൾ ചലിക്കുന്ന സകല മേഖലകളിലും അതെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ജയാളികളായി, അതെ നിങ്ങളുടെ അകത്ത് ആത്മാവ് തരുന്ന ആമേൻ ഹല്ലേലൂയ ഇൻഫർമേഷൻ എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ, നിങ്ങൾ ചില സ്ഥലത്ത് തോറ്റു ജയിച്ചു, ഇതൊക്കെ നിങ്ങളുടെ തോന്നലുകളാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആത്മാവിനെ നയിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പരാജയമാകത്തില്ല, നിങ്ങൾ തോറ്റുപോകത്തില്ല. ഇന്നത്തെ പകൽക്കാലം ജീവിതത്തിന്റെ സകല മേഖലകളിൽ നന്മതിന്മകളുടെ അറിവല്ല, ആത്മാവ് നയിക്കപ്പെടുന്ന ഒരു പകരം മാറട്ടെ. എല്ലായിടത്തും ജയമായ കർത്താവ് നിങ്ങളെ നിർത്തട്ടെ. God bless you. Amen.